കേരളം മുമ്പെങ്ങുമില്ലാത്ത വിധം കടുത്ത ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം ചരിത്രത്തിലാദ്യമായി സർവകാല റെക്കോർഡുകൾ ഭേദിച്ചിരിക്കുന്നു. പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യം 5933 മെഗാവാട്ട് ആയി ഉയർന്നത് KSEB അധികൃതരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്നലെ മാത്രം 112.16 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് മലയാളികൾ ഉപയോഗിച്ചു തീർത്തത്. ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് വരാനിരിക്കുന്ന കടുത്ത നിയന്ത്രണങ്ങളിലേക്കാണ്. വേനൽ ചൂട് അസഹനീയമായതോടെ വീടുകളിലും ഓഫീസുകളിലും AC, കൂളറുകൾ എന്നിവയുടെ ഉപയോഗം കുത്തനെ കൂടിയതാണ് ഈ കുതിച്ചുയരലിന് പ്രധാന കാരണം. രാത്രികാലങ്ങളിൽ ACകൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് പീക്ക് സമയത്തെ ലോഡ് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഗ്രിഡിനെ എത്തിക്കുന്നു. ഉപഭോഗം ഇതേ രീതിയിൽ തുടർന്നാൽ വിതരണ ശൃംഖല തകരാറിലാകുമെന്ന ഭീതി പോലുമുണ്ട്. തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ സർക്കാർ തലത്തിൽ കടുത്ത തീരുമാനങ്ങൾ വൈകിപ്പിക്കുകയായിരുന്നു. 3 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ജനരോഷം ഭയന്ന് ലോഡ് ഷെഡിംഗ് പോലുള്ള നടപടികൾ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ വോട്ടെടുപ്പ് പൂർത്തിയായതോടെ സിസ്റ്റം സംരക്ഷിക്കുന്നതിനായി ഏതു നിമിഷവും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ബോർഡ് നിർബന്ധിതരാകും. അനൗദ്യോഗികമായ പവർ കട്ടുകൾ പലയിടത്തും ഇപ്പോൾ തന്നെ പ്രകടമാണ്. പുറത്തുനിന്ന് വൻ വിലയ്ക്ക് വൈദ്യുതി വാങ്ങി എത്തിക്കുന്നതിലൂടെ KSEBക്ക് പ്രതിദിനം കോടികളുടെ ബാധ്യതയാണ് ഉണ്ടാകുന്നത്. ജലവൈദ്യുത പദ്ധതികളിലെ സംഭരണികളിൽ വെള്ളം കുറയുന്നതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. കേന്ദ്രവിഹിതത്തിലുണ്ടാകുന്ന കുറവും അപ്രതീക്ഷിതമായി വൈദ്യുതി പ്ലാന്റുകളിൽ ഉണ്ടാകുന്ന സാങ്കേതിക തകരാറുകളും കേരളത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു. വൈദ്യുതി നിരക്ക് വർധനവാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്ന മറ്റൊരു തിരിച്ചടി. വർദ്ധിച്ചുവരുന്ന ബാധ്യത നികത്താൻ ഇന്ധന സർചാർജ് എന്ന പേരിലോ യൂണിറ്റ് നിരക്ക് കൂട്ടിയോ ജനങ്ങളിൽ നിന്ന് പണം ഈടാക്കാൻ ബോർഡ് നീക്കം തുടങ്ങിക്കഴിഞ്ഞു. റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ ഉടൻ തന്നെ ഇതിനായുള്ള ശുപാർശകൾ സമർപ്പിക്കപ്പെടുമെന്നാണ് സൂചന. നിലവിലെ സാഹചര്യത്തിൽ പീക്ക് സമയമായ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11 വരെ അനാവശ്യമായ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശമാണ് അധികൃതർ നൽകുന്നത്. വാഷിംഗ് മെഷീൻ, ഇലക്ട്രിക് മോട്ടോർ, ഇൻഡക്ഷൻ കുക്കർ തുടങ്ങിയ ഉപകരണങ്ങൾ ഈ സമയത്ത് ഉപയോഗിക്കുന്നത് നിയന്ത്രിച്ചില്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് എന്ന കടുത്ത നടപടിയിലേക്ക് പോകേണ്ടി വരും. മഴ ലഭിക്കാൻ വൈകുകയാണെങ്കിൽ ജൂൺ പകുതി വരെ ഈ പ്രതിസന്ധി തുടരാനാണ് സാധ്യത. കഴിഞ്ഞ വർഷങ്ങളേക്കാൾ താപനില ഉയർന്നത് ഉപഭോഗശീലങ്ങളിൽ വരുത്തിയ മാറ്റം ബോർഡിൻ്റെ മുൻകൂട്ടിയുള്ള പ്ലാനിങ്ങുകളെ എല്ലാം തെറ്റിച്ചു. സ്മാർട്ട് മീറ്റർ ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ ചർച്ചയാകുന്നുണ്ടെങ്കിലും അടിയന്തര പ്രതിസന്ധി പരിഹരിക്കാൻ അവ പര്യാപ്തമല്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ തടസ്സങ്ങൾ നീങ്ങിയതിനാൽ ബോർഡിൻ്റെ സാമ്പത്തിക നില ഭദ്രമാക്കാനുള്ള അറ്റകൈ പ്രയോഗങ്ങൾ ഉടൻ ഉണ്ടാകും. ഇത് സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുമെന്ന് ഉറപ്പാണ്. വൈദ്യുതി ലഭിക്കാത്ത പക്ഷം വലിയ വില നൽകേണ്ടി വരുമെന്ന സൂചനയാണ് ഓരോ യൂണിറ്റ് ഉപഭോഗവും നൽകുന്നത്. സംസ്ഥാനത്തെ ട്രാൻസ്ഫോമറുകളുടെ ശേഷിയേക്കാൾ കൂടുതൽ ലോഡ് എത്തുന്നതിനാൽ പലയിടത്തും ഫ്യൂസ് ഊരിപ്പോകുന്നതും പതിവാകുന്നു. ഇത് അറ്റകുറ്റപ്പണി നടത്തുന്ന ജീവനക്കാരുടെ ജോലിഭാരവും വർദ്ധിക്കുന്നു. കൃത്യസമയത്ത് വൈദ്യുതി എത്തിക്കാൻ സാധിക്കാത്തത് ചെറുകിട വ്യവസായങ്ങളെയും വ്യാപാര മേഖലയെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട്.